നമസ്കാരം. AK റൈഡർ 70 ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞതിൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ പമ്പഴിച്ചതാണ് കാണിച്ചത്. പമ്പഴിച്ച് ക്ലീൻ ചെയ്തതാണ് കാണിച്ചത്. അപ്പോൾ ഇത് പമ്പ് നമുക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പണിയും കൂടെ ഇതിൽ ബാക്കിയുണ്ട് ചെയ്യാനായിട്ട്. ഇതിൽ ഒരു സ്ക്രൂ ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൽ ഒരു സ്ക്രൂ ഇതിനകത്ത് പൊട്ടി ഇരിപ്പുണ്ട്. ഒരു സ്ക്രൂ ഇവിടെ ഉണ്ട്. നമ്മൾ WD-40 അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു ദിവസം വെച്ചിരുന്നപ്പോൾ ഇത് ലൂസായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഇളക്കി ക്ലീൻ ചെയ്യുന്നതിന് പകരം ഇത് ഏതോ സ്ക്രൂ ഡ്രൈവർ എന്തോ ഇട്ട് പിടിച്ച് ഇതിനെ ഓടിച്ച് ഇതിനകത്ത് ഒടിഞ്ഞിരിപ്പുണ്ട്. നമുക്കിപ്പോൾ ഇളക്കാം. നന്നായിട്ട് ലൂസായിട്ടുണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും വെച്ച് അടച്ചിട്ട് ഇളക്കണം. ഇത് നമ്മൾ ടാങ്ക് മാത്രം കാലി ആയതുകൊണ്ട് ഇത് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. ഇതേപോലത്തെ സ്ക്രൂ ആണ് വേണ്ടത്. ഇതും ഡാമേജായി, ഇതിൻ്റെ മേളിൽ മൈനസൊക്കെ പോയി. ഇതാണ് അടഞ്ഞിരിക്കുന്നത്. ഇതിലൊരു വാഷർ വരും. ഗ്യാപ്പ് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വേറെ ഇത് സെപ്പറേറ്റായിട്ട് കാണിക്കുക. ഇതിൻ്റെ ഇത് റബ്ബർ ബുഷും എങ്ങനെയാണെന്നുള്ളത് ഇളക്കി നോക്കിയിട്ട് കാണിക്കുക. അത് നമുക്കിപ്പം ചെയ്യാനുള്ളത് അതായത് ഒടിഞ്ഞിരിക്കുന്ന ഭാഗം ഇതിനകത്താണ് ഒടിഞ്ഞിരിക്കുന്നത്. കാണാമല്ലോ, കാണിക്കാം. ഈ ഭാഗത്താണ് ഒടിഞ്ഞിരിക്കുന്നത്, കണ്ടോ. നമുക്ക് ഇനി ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഡ്രില്ലിങ് ചെയ്തിട്ട് ഇളക്കാം. പക്ഷേ വെൽഡിങ് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽഡ് ചെയ്തിട്ടാണ് അവർ വേറൊരു ഇതിനെട്ട എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ചതിന് ശേഷം, അപ്പോൾ ഇവിടുത്തെ പെയിൻറ്റ് നമുക്ക് ചിലപ്പോൾ നഷ്ടമായിരുന്നിരിക്കും. എന്ത് ചെയ്ത് കഴിഞ്ഞാലും വെൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റ് ഈ സൈഡൊക്കെ പോകും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ടാങ്ക് ഇല്ലാതാക്കി കളയേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കിത് ഗ്രില്ലിങ് ചെയ്തിട്ട് ഇതിൻ്റെ നെറ്റിൽ നിന്ന് ഹോളിട്ട് ഇതിനെ പതുക്കെ നമുക്ക് ഇത് ഇളക്കുക, കുറേശ്ശെ ഇളക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ മുമ്പിലുള്ള വഴി കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ്. ഇത് ടാങ്കിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ഇത് വേറെ ഒന്നും ചെയ്തിട്ട് എടുക്കാനും പറ്റില്ല. ഇത് രണ്ട് ഡബിൾ കോട്ടാണ് കേട്ടോ. ടാങ്കിൻ്റെ അടിയിൽ വേറൊരു കോട്ടുണ്ട്, അതിൻ്റെ മേളിൽ താണ്ട് ഈ ഒരു ഭാഗം വെച്ച് പ്രസ്സിങ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കെല്ലാം ഇത് ഇളക്കാനും പറ്റത്തില്ല കേട്ടോ. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനകത്തൊക്കെ ഇപ്പുറത്തൂടെ വാട്ടർ ഡ്രെയിനിങ് ഉണ്ട്. ഇവിടെ നിന്നാണ് വെള്ളം ഈ ഹോളിൽ കൂടെ താഴെ പോകുന്നത്. ഇതുമെല്ലാം അടഞ്ഞിരിക്കുകയാണ്. അതിനെ നമുക്ക് എങ്ങനെ ഇതിനെ ഓപ്പൺ ചെയ്യണമെന്നുള്ളതും കാണിക്കാം. ആദ്യം നമുക്കിത് സെറ്റാവുമെന്ന് നോക്കാം, ഇളക്കാൻ പറ്റുമെന്ന് നോക്കാം ഇതിന് കേട്ടോ. അതിന് ഞാനൊരു ഡ്രില്ലിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു വിറ്റും ഇട്ടിട്ടുണ്ട്, ചെറുതാണ്. ഈ ഹോളിനേക്കാളും ചെറിയ വിറ്റാണ് നമുക്ക് ആവശ്യം. ഈ ഹോളിനേക്കാളും ചെറുതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പിരി നമുക്ക് അത് ഇതായി ഓവലാവും. നമുക്കിതിൻ്റെ ബോൾട്ട് ഈ സ്ക്രൂ ഇത്രയും നീളമുണ്ട് കേട്ടോ. ഇത്രയും നീളമുണ്ട്, ഏകദേശം ഒരു അര ഇഞ്ച് നീളമുണ്ട്. ഈ അര ഇഞ്ചാണ് നമുക്ക് താഴോട്ട് പോകാനുള്ളത് ഉണ്ട്. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനെ പിരി വെട്ടി എടുക്കാവുന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഇത് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ, കറക്റ്റാണ്, നോക്കാം കുറച്ചും കൂടെ. പിരി വെട്ടിയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു
സ്ക്രൂ കൊണ്ട് ഇത് നിൽക്കില്ല. എന്നിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെട്രോളും ലീക്ക് ആവുന്നുണ്ടെങ്കിൽ എയർ കയറുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് അടപ്പും കറക്റ്റായിട്ട് ലോക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഗ്യാപ്പും ലോക്കാവില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് മാർഗം, വേറെ ഒന്നുമില്ല ഇതിൽ. പക്ഷേ ഇത് ചെയ്തപ്പോൾ കുറച്ച് ലൂബ് ചെയ്ത് വച്ചിട്ട് കുറേ ചെയ്ത് വച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ് സ്ക്രൂ ഇട്ട് പിടിച്ചിരുന്നെങ്കിൽ പൊട്ടാതെ വന്നേനെ. നല്ല തുരുമ്പായിരുന്നിട്ട് ഇത് പിടിച്ചപ്പോഴാണ് ഈ വിഷയം വന്നത് കേട്ടോ. കറക്റ്റായിട്ട് ഹോള് കറക്റ്റാണ് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ഇഞ്ചും അത് ഇറങ്ങി നേരെ കാണിക്കാം. ഇതുണ്ട് ഹോള് നമ്മൾ കറക്റ്റായിട്ട് ആ ഹോള് തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഹോള് തന്നെ ഇത് അളവിനുള്ള ഹോള് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ. ടൈറ്റ് പിരി ഒരു പക്ഷേ കറക്റ്റായില്ലെങ്കിൽ നമുക്കതിനുള്ള ജുവാട് എന്തെങ്കിലും ചെയ്യാം. കുറച്ചുകൂടെ ഒരു നെറ്റിൻ്റെ അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ സ്ക്രൂ, ഒരു പോയിൻ്റ് വലിയ സ്ക്രൂ എടുത്ത് ഇട്ട് കഴിഞ്ഞാലും വിഷയം വരുന്നില്ല. നമുക്കിത് വെളിയിൽ വരുന്നില്ല. കറക്റ്റ് ടൈറ്റായിട്ട് ഇരുന്നാലും മതിയാവും. നമുക്കത് നോക്കിയിട്ട് കാണിക്കാം. ഓക്കെ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ എന്തെങ്കിലും തുണിയെടുത്ത് വെച്ചിട്ട് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൊടി വന്ന് അകത്ത് വീഴുന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്താലും ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ അങ്ങ് ചെയ്യാം. ഡ്രില്ലിങ് ചെയ്തിട്ട് ഇവിടെ ആ ഹോള് അടഞ്ഞിരുന്നതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഡ്രില്ല് ചെയ്തിട്ട് അടഞ്ഞിരുന്നതിൻ്റെ ഇത് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ പോലെ തന്നെ ഇത് വെച്ചിട്ട് ഇത് ഡ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ടാങ്കിൻ്റെ ക്യാപ്പ് ഇട്ട് നോക്കാം. നമുക്ക് ഈ ഉണ്ടല്ലോ ഇതെല്ലാം പോയിരിക്കുന്നതാണ്. തൽക്കാലം നമുക്ക് ഇതിട്ട് സെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ പമ്പ് ഫിറ്റ് ചെയ്യണമല്ലോ. അപ്പോഴത്തേക്ക് ഇത് നല്ല 2 സ്ക്രൂ വാങ്ങിക്കണം. വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ. അതുകൊണ്ട് അപ്പോൾ പൊട്ടിയിരുന്നതിന് നമ്മൾ കറക്റ്റായിട്ട് ഡ്രില്ലിങ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഓഫാകും. നമുക്ക് ഗ്യാപ്പ് ഇട്ട് നോക്കാം, സൂട്ടാവും നോക്കാം. ഇതാണ് ഗ്യാപ്പ്, ഇതിൻ്റെ പെട്രോൾ ഗ്യാപ്പ്. ബാക്കി അപ്പുറത്തെ സൈഡിൽ ഇട്ട് നോക്കാം. മറയില്ലേ കൈ. ടൈറ്റ് ചെയ്യണ്ട. ടൈറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇപ്പുറത്തും കൂടെ ആയിട്ട് നോക്കാം. ഉണ്ടല്ലോ നമ്മളതിന് വേറെ ഒരു സ്റ്റാറിൻ്റെതാണ് എടുത്തിരിക്കുന്നത്. സ്റ്റാറിൻ്റെതേ ഇവിടെ ഉള്ളൂ, ഇപ്പം കാണാനായിട്ടുള്ളൂ. നമുക്ക് തൽക്കാലം ഇതിൻ്റെ നോക്കുക എന്നുള്ളതാണല്ലോ. സ്റ്റാറിൻ്റെ ഇട്ട് നോക്കാം. ഓക്കെ, ഞാൻ അപ്പുറത്ത് ടൈറ്റ് ചെയ്യാം. ഓക്കെ എങ്കിൽ ഇതാ ഓക്കെ ആയി. പെട്രോൾ ടാങ്കിൻ്റെത് കറക്റ്റായിട്ട് ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എലമെൻറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തുറക്കാനൊക്കെ പാടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇത് ഇത്രയും ചെയ്യുന്നതിന് പകരമാണ് ഇത്രയും നിസ്സാരമായിട്ട് ചെയ്താൽ മതി. ഇത്രയും 2 സ്ക്രൂ ഇവിടെ ഇല്ലാത്തതിന് പകരമാണ് ഇത് ഒടിച്ച് വെച്ചിട്ട് ആ വർക്ക്ഷോപ്പിൽ ആര് പണി ചെയ്താലും ശരി തന്നെ അയാൾ കണ്ടിട്ട് ഉണ്ടാതെ ഇതിനെ മാത്രം വെച്ചിട്ടങ്ങ് പോയി.
ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? അതുകൊണ്ട് തുറക്കുന്നു, ഏതൊരു ഇതുമില്ല, നല്ല ടൈറ്റും ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പണികൾ ചെയ്യുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അത് ചെയ്തില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ അടയായിരുന്നേ ഇതിൽ നിന്നും അത് എയർ അല്ലെങ്കിൽ വെള്ളം ഇതിനകത്ത് പോകും, ഫ്യൂവൽ നമ്മളതിൽ നിന്ന് ഇങ്ങനെ ആവിയായിട്ട് പോകും. എന്നാൽ ഫസ്റ്റിലത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 500 ആണ് വണ്ടി, ബുള്ളറ്റ് 500-ന് ആദ്യമേ മൈലേജ് ഇല്ല. അതിനുശേഷം ഈ പെട്രോൾ ടാങ്കിൻ്റെ ഒരു ഗ്യാപ്പ്, ഒരു സ്ക്രൂ ഇല്ലാതെ ഇത് മാത്രം ഇങ്ങനെ തുറന്നിരുന്ന് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അടയില്ല, ലോക്കും നേരെ വീഴില്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വേണം. വർക്ക്ഷോപ്പുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പണിക്ക് വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കൂടെ ഒരു ചെറുതായിട്ട് അവർക്ക് പറഞ്ഞ് അതിൻ്റെ ബോധം അവർക്ക് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അവരും അതിന് നമുക്കെന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ അവരും അതുപോലെ ചെയ്യുള്ളൂ. അവരെ കുറ്റം പറയുന്നതല്ല, പക്ഷേ അത് സാധാരണ അങ്ങനെയാണ് നടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഇതേപോലെയുള്ള വീഡിയോകൾ കാണുമ്പോൾ നമുക്കിത് ചെന്ന് സജഷൻ പറയാം, നമുക്ക് ഇതുപോലെ ചെയ്തുകൂടെ മേസ്ത്രിന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നോക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന്. രണ്ടാമത്തേൽ നമുക്കിതിനകത്ത് ഇത് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഇതിനകത്തൊരു ഹോളുണ്ടല്ലോ, വാട്ടർ ട്രെയിനാകുന്ന ഹോളുണ്ട്. അതിൽ നമുക്കൊരു ചെറിയ കമ്പി എന്തെങ്കിലും ഇട്ടിട്ട് അപ്പുറത്തൂടെ ഇത് വരുന്നു എന്നുള്ളത് കൺഫേം ചെയ്യണം. ഈ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വെള്ളം അതിനകത്ത് പോകാത്ത രീതിയിൽ നിറഞ്ഞിട്ട് ഇതിനകത്ത് വീണ്ടും വെള്ളം വന്നാണ് ഈ ടാങ്ക് തുരുമ്പെടുക്കാൻ മെയിൻ കാരണം കേട്ടോ. അത് നമുക്ക് അതും കൂടെ ചെയ്യാം. വീഡിയോ ലേശം എന്താവും, എന്നാലും സ്കിപ്പ് ചെയ്യാതെ കാണുക, നമുക്ക് ഉപകാരപ്പെടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ടാങ്കാണ്. അതിപ്പം 500 cc എന്നല്ല, നമുക്ക് 350 cc ആയിരുന്നാലും ശരി തന്നെ, ഏത് വണ്ടി ആയിരുന്നാലും നമുക്കിത് ഉപയോഗം വരും കേട്ടോ. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മൾ ചെയ്തതൊക്കെ ആദ്യം ഗ്രില്ല് ചെയ്ത് അതിൻ്റെ അകത്തിരുന്നതിനെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതേ സൈസിലുള്ള ഈ സ്ക്രൂ ഇല്ലാത്തതുകൊണ്ട് ഈ സ്ക്രൂവും മാറണം, 2 സ്ക്രൂ ഒരുമിച്ച് മാറണം. അപ്പോൾ മാറിയതിന് ശേഷം ഇത് നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ ക്യാപ്പ് കറക്റ്റാണ് ഇത് വരും കേട്ടോ. നമുക്കതും കൂടെ അത് ചെയ്യാം. ഇതുപോലത്തെ ഒരു ചെറിയ ബോർഡ് എടുത്തതിന് ശേഷം ഇതിങ്ങനെ വളഞ്ഞാണ് പോകുന്നത് കേട്ടോ. ഇത് ടാങ്കിൽ ഇങ്ങനെ വളഞ്ഞാണ് ഇതിൻ്റെ ഹോള് പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫസ്റ്റ് ഇവിടെ എല്ലാം ഇത് കറക്റ്റായിട്ട് വളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറാൻ പാടാണെങ്കിലും നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും നമുക്കിതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കരട് ഉണ്ടെങ്കിൽ ഇനി വെളിയിൽ വരും. എന്നിട്ട് വെള്ളമൊഴിച്ച് ഇതിൻ്റെ അകത്തൂടെ വെള്ളമൊഴിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് അറിയാം. ഈ ഹോള് നമ്മൾ എന്തൊക്കെയായിരുന്നാലും ഈ ഹോള് ഇത് ചെയ്യേണ്ടി വരും കേട്ടോ. ഹോള് നമ്മൾ ഓപ്പണാക്കി തന്നെ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പാടെ ബുദ്ധിമുട്ടായിരിക്കും, വെള്ളം പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് കയറാനായിട്ട് ചെറിയൊരു പാട്. എന്നാലും കച്ചട ഉണ്ടെങ്കിൽ ഇവിടെ അടയാനാണ് സാധ്യത കൂടുതലും. ഓക്കെ, നമ്മൾ ഈ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് വെള്ളം ഇതിൽ നിന്ന് ട്രെയിൻ ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് അടവുണ്ട്. അപ്പോൾ ഈ അടവ് നമ്മൾ ഇതിൻ്റെ ബോർഡൻ, നമ്മുടെ ഇത് ക്ലച്ചിൻ്റെ ബോർഡനാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ കണ്ട് ഇത് ക്ലച്ചിൻ്റെ ബോർഡനാണ്. അത് കുറച്ച് ഇതാണ് കൂടിയ, കമ്പിയുടെ കനം കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോകാൻ സാധ്യത, അകത്തോട്ട് ഇറങ്ങുന്നില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇളക്കിയിട്ട് പമ്പിൽ ചെന്നിട്ട് അല്ലെങ്കിൽ എയർ പ്രഷർ ചെയ്ത് അതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ എയർ പ്രഷർ കൊണ്ട് നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. ഇത് നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത്, കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് തന്നെ ആവണം. ഒരു കാര്യം ചെയ്തിൽ ഇതിൻ്റെ ഒരു 2-3 ഇതെടുക്കാം, കമ്പി എടുത്തിട്ട് ഇട്ട് നോക്കാം, അതിൽ പോകുമെന്ന് നോക്കട്ടെ. ഇതിൻ്റെ ഒരു കമ്പി മാത്രം ഇട്ടപ്പോഴത്തേക്ക് പോകുന്നുണ്ട്. വരുന്നുണ്ടോ നോക്കാം.
ഇത്രയും ഇറങ്ങിയായിരുന്നു. ഇനി ഇതിനകത്തൂടെ ഇട്ട് പോകാം, ഈ ഹോളിനകത്തൂടെ ഇട്ട് പോകാം. ഇവിടെ വന്നിട്ട് ബെൻഡാണ് കേട്ടോ, അതാണ് കാര്യം. സാധാരണ ഇത് നമുക്ക് ഇളങ്ങി വരേണ്ടതാണ്, എന്തോ കയറി നന്നായിട്ട് അടഞ്ഞിരിപ്പുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ആവണം. അതുകൊണ്ട് ഈ കല്ലിൻ്റെ ഒരു ഭാഗം ഇതിനകത്തു നിന്നാണ് വീഴുന്നത്. കല്ലിൻ്റെ ഒരു ഭാഗം കറക്റ്റായിട്ട് അടവുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇത് എടുക്കേണ്ടത്. വേണ്ട, എൻ്റെ ചെളി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വന്നല്ലോ, കാണുന്നുണ്ടല്ലോ. ഇതിങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള പൊടിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവുള്ളൂ. എന്ത് പാടുപെട്ട് ഇതകത്ത് വന്നെന്നുണ്ടോ. ഇത് കുറേ കാലമായിട്ട് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. കുറേ കാലമായിട്ട് ഇതിനകത്തോട്ട് വെള്ളം പോകാതിരുന്ന് അങ്ങനെ ഈ ഗ്യാപ്പിനകത്തൂടെ വെള്ളം ഇതിനകത്ത് ഇറങ്ങിയാണ് ഈ ടാങ്ക് നശിക്കാൻ കാരണം. അതാണ് വെള്ളം ഒഴിച്ച് പോകുക. ഇപ്പം പോകുന്നുണ്ട് വെള്ളം, ഇപ്പം വെള്ളം വരുന്നുണ്ട്. ചിലപ്പോൾ എയറടിച്ച് കഴിഞ്ഞാൽ ഇതിൽ കല്ലെന്തെങ്കിലും കയറി അടഞ്ഞ് പൊടിയായിട്ട് ചെളി വന്ന് അടഞ്ഞിട്ട് ഇത് വീഴില്ല. ഇതാ കണ്ടോ, ഇപ്പോൾ വെള്ളം നോക്കണ്ട, കംപ്ലീറ്റ് അകത്ത് പോകുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ ആ ഹോൾ ഇത് മാറി കാണുന്നുണ്ടല്ലോ. കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കാണാം. ഒരു ശകലം പോലെ നേരത്തെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അത്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ അതോ കണ്ടോ, വെള്ളം ഇനി താഴെ വരെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ പേപ്പർ ഇട്ടിട്ടുണ്ട്, പേപ്പറിൻ്റെ പുറത്ത് വരെയാണ്. ഇത് ഇത്രയും ഇങ്ങനെ ചെയ്താൽ മതി. കറക്റ്റ് ആ ഹോള് ക്ലിയറായി. അകത്തുനിന്ന് വന്ന ചെളികളാണ് കേട്ടോ ഇത്. ഇതിനകത്തുനിന്ന് വന്നതാണ് ഈ ചെളിവെള്ളം അടഞ്ഞിരുന്ന് ഇതിനകത്തൂടെ വന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയും. ഇത് നിസ്സാരമായി കാണരുത്. ഇത് ഏറ്റവും വലിയ ബുള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇതിൻ്റെ സ്ക്രൂ ഒടിഞ്ഞിരുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ വെള്ളം വീഴാതെ, വെള്ളം പോകാതെ, ട്രെയിനാവാതെ അടഞ്ഞിരുന്നതും ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. താങ്ക് യു.